അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏവർക്കും മദ്രസ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലെ 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഇയാദത്തുൽ മരീള് എന്ന രണ്ടാമത്തെ പാഠമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദർസു സാനി, പാഠം 2, ഇയാദത്തുൽ മരീള്, രോഗിയെ സന്ദർശിക്കൽ. ഈ പാഠത്തിലൂടെ രോഗസന്ദർശനത്തിൻ്റെ പുണ്യവും രോഗികളെ സന്ദർശിക്കുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദകളും മറ്റു അനുബന്ധ കാര്യങ്ങളുമാണ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇയാദത്തുൽ മരീളി സുന്നത്തുൻ, ഇയാദത്തുൽ മരീളി, രോഗിയെ സന്ദർശിക്കൽ സുന്നത്തുൻ, അത് സുന്നത്താണ്. ഫീഹ, രോഗസന്ദർശനത്തിലുണ്ട് അജുറുൻ കബീറുൻ, വലിയ പ്രതിഫലമുണ്ട്. വഹിയ, ഈ രോഗസന്ദർശനം സബബുൻ, അത് കാരണമാണ് ലി തഅലീഫിൽ ഖുലൂബി, ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുന്നതിനുള്ള കാരണമാണ് രോഗസന്ദർശനം എന്നുള്ളത്. വ തഖ്ഫീഫിൽ അലമി അനിൽ മരീളി, രോഗിയുടെ വേദന ലഘൂകരിക്കുന്നതിനുള്ള കാരണവുമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ആദ മരീളൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന, അവൻ സ്വർഗത്തിലെ ഖുർഫത്തിൽ ആയിക്കൊണ്ടേയിരിക്കും. ഹത്താ യർജിഅ, അവൻ അവിടുന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തിലെ ഖുർഫത്തിൽ ആയിക്കൊണ്ടേയിരിക്കും. ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, വമാ ഖുർഫത്തുൽ ജന്ന, ഖുർഫത്തുൽ ജന്ന എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർഫത്തുൽ ജന്ന? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനാഹ, അത് സ്വർഗത്തിലെ പറിച്ചെടുക്കാൻ പാകമായ പഴങ്ങളാണ്. റവാഹു മുസ്ലിമുൻ, ഈ ഹദീസിനെ ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ രോഗസന്ദർശനത്തിൻ്റെ ആദാബുകൾ, മര്യാദകളെക്കുറിച്ചാണ് പറയുന്നത്. ആദാബു ഇയാദത്തിൽ മരീളി, രോഗിയെ സന്ദർശിക്കുന്നതിലുള്ള മര്യാദകൾ. മിൻഹ, രോഗസന്ദർശനത്തിൻ്റെ ആദാബുകളിൽപ്പെട്ടതാണ്, മര്യാദകളിൽപ്പെട്ടതാണ് ഇഖ്ലാസുൻ നിയ്യത്തി ലില്ലാഹി, അള്ളാഹുവിന് മാത്രം നിയ്യത്തിനെ തനിപ്പിക്കുക. രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് അള്ളാഹു എന്ന നിയ്യത്ത് മാത്രം നമ്മിൽ ഉണ്ടാകുക, മറ്റു ആഗ്രഹങ്ങളോ മറ്റു ആവശ്യങ്ങളോ ഇല്ലാതെ അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചത് കൊണ്ട് നമ്മൾ ഈ കാര്യം ചെയ്യുന്നു, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി മാത്രം നമ്മൾ കാക്ഷിച്ചുകൊണ്ട്, അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുക. വ തഖ്ഫീഫുൽ ജുലൂസി ഇൻദഹു, രോഗിയുടെ അരികിലുള്ള ഇരുത്തം കുറക്കുക. കൂടുതൽ സമയം ഇരിക്കാതെ കുറച്ചു സമയം മാത്രം രോഗിയുടെ അരികിൽ ഇരിക്കുക. വ ദുആഉ ലിൽ മരീളി, രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുക. ബി മിസ്ലി ഖൗലിഹി അസ്അലുല്ലാഹൽ അളീമ അൻ യശ്ഫീക, അസ്അലുല്ലാഹൽ അളീമ അൻ യശ്ഫീക എന്നതുപോലത്തെ വാക്കുകൊണ്ട് രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈ ദുആഇൻ്റെ അർത്ഥം പറയാണ്, അസ്അലുല്ലാഹൽ അളീമ, അളീമായ മഹാനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അൻ യശ്ഫീക, നിനക്ക് രോഗശമനം ലഭിക്കാൻ ഞാൻ മഹാനായ അള്ളാഹുവിനോട് ചോദിക്കുന്നു. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, ഇദാ ആദ മരീളൻ, ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ, യഖൂലു, മുത്തുനബി പറയും, ലാ ബഅസ, സാരില്ല, പ്രശ്നമാക്കണ്ട. തുഹൂറുൻ, ഇത് ശുദ്ധീകരണമാണ്, പാപങ്ങളിൽ നിന്നും ശുദ്ധിയാക്കലാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് പാപങ്ങളിൽ നിന്നുള്ള ഒരു ശുദ്ധീകരണമാണ്. അൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. വ യുസന്നു, രോഗിയെ സന്ദർശിക്കുന്നവന് സുന്നത്താണ് തർക്കു മാ യുഹ്സിനുഹു മിനൽ കലാമി, തർക്കു മാ യുഹ്സിനുഹു, അവനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കൽ, മിനൽ കലാമി, സംസാരങ്ങളിൽ നിന്നും. രോഗിക്ക് സങ്കടമുണ്ടാകുന്ന, ടെൻഷൻ ഉണ്ടാകുന്ന സംസാരം രോഗിയുടെ അരികിൽ വെച്ച് സംസാരിക്കാതിരിക്കുക. നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അതുകൊണ്ടല്ല ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള സംസാരങ്ങൾ രോഗിയുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കുക. വ തത്വീബു നഫ്സിൽ മരീൽ, രോഗിയുടെ മനസ്സിന് സമാധാനം നൽകലും സുന്നത്താണ്. സമാധാനമുള്ള, ശാന്തതയുള്ള വാക്കുകൾ പറയുക, അതുപോലെ സമാധാനമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക, അതും സുന്നത്താണ്. വ ഇദ്ഖാലു സുറൂറി അലൈഹി,
രോഗിയെ സന്തോഷിപ്പിക്കലും സുന്നത്താണ്. രോഗിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, സന്തോഷമുള്ള സംസാരങ്ങൾ സംസാരിക്കുക. വ ഖിദ്മത്തുഹു, രോഗിക്ക് സേവനം ചെയ്യലും സുന്നത്താണ്. ബിമാ യഹ്താജു ഇലൈഹി, രോഗിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സേവനമായി ചെയ്തു കൊടുക്കലും സുന്നത്താണ്. ഇൻ അംകന, അവന് സൗകര്യമായാൽ. അപ്പോൾ സന്ദർശിക്കുന്നവന് സൗകര്യമെങ്കിൽ രോഗിക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ സേവനങ്ങൾ ചെയ്തു കൊടുക്കലും സുന്നത്താണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമുമില്ല, യഊദു മുസ്ലിമൻ ഊദുബത്തൻ, ഒരു മുസ്ലിമിനെ അവൻ രാവിലെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്, ഇല്ലാ സ്വല്ല അലൈഹി സബ്ഊന അൽഫ മലക്കിൻ, 70,000 മലക്കുകൾ അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഇല്ല, ഹത്താ യുംസി, വൈകുന്നേരമാകുന്നത് വരെ. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ രോഗസന്ദർശനം നടത്തിയാൽ അന്ന് വൈകുന്നേരമാകുന്നത് വരെ 70,000 മലക്കുകൾ അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലും. വൈൻ ആദഹു അഷിയത്തൻ, ഇനി അവനെ വൈകുന്നേരമാണ് രോഗസന്ദർശനം നടത്തുന്നതെങ്കിൽ ഇല്ലാ സ്വല്ല അലൈഹി സബ്ഊന അൽഫ മലക്കിൻ ഹത്താ യുസ്ബിഹു, പ്രഭാതമാകുന്നത് വരെ 70,000 മലക്കുകൾ അവൻ്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലിയിട്ടല്ലാതെ ഇല്ല. ഇപ്പോൾ പറഞ്ഞ ഹദീസിൻ്റെ ആശയം, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുസ്ലിമായ രോഗിയെ രാവിലെ സന്ദർശിച്ചാൽ അന്ന് വൈകുന്നേരമാകുന്നത് വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും. ഇനി വൈകുന്നേരമാണ് ഒരാൾ സന്ദർശിച്ചതെങ്കിൽ പിറ്റേ ദിവസം സുബിഹാകുന്നത് വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമെന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. ഇനി നമ്മൾ പറയുന്നത് മരിക്കാനായ ഒരാളുടെ അരികിൽ വെച്ച് ചെയ്യൽ സുന്നത്തായ കാര്യങ്ങൾ, അവകളാണ് പറയാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് വെച്ച് ഒരാൾ മരിക്കാൻ നിൽക്കുകയാണ്, ആ സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കൽ സുന്നത്തായ കാര്യങ്ങളാണ് പറയുന്നത്. 1. തെൽഖീനുഹു, അദ്ദേഹത്തിന് തെൽഖീൻ ചൊല്ലിക്കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തെൽഖീൻ അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുക്കണം. ബിരിഫിഖിൻ, സൗമ്യതയോടെ അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തെൽഖീന് ചൊല്ലിക്കൊടുക്കണം. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഖിനു മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണം ആസന്നമായവർക്ക് നിങ്ങൾ തെൽഖീൻ ചൊല്ലിക്കൊടുക്കുക. ഐ, അതായത് മൗതാക്കും എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശ്യം മൻ ഹളറഹുൽ മൗതു, മരണം ഹാദിറായവർ, അവർക്ക് നിങ്ങൾ തെൽഖീൻ ചൊല്ലിക്കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തെൽഖീൻ ചൊല്ലിക്കൊടുക്കുക. റവാഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹിമഹുല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2. തസ്ജീഉഹു അലാ ഹുസ്നിൽ ളന്നി ബില്ലാഹി തആല, തസ്ജീഉഹു, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം. അലാ ഹുസ്നിൽ ളന്നി ബില്ലാഹി തആല, അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം, അദ്ദേഹത്തെ ആവേശഭരിതനാക്കണം. 3. അദ്ദുആഉ ലഹു ബിർറഹ്മതി വസ്സബാതി, അദ്ദുആഉ ലഹു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ബിർറഹ്മതി, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനും, വസ്സബാതി, ഈമാൻ സ്ഥിരപ്പെടാനും. 4. തൽതീഫുൽ കലാമി മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ള സംസാരം മയപ്പെടുത്തലും. വ അദമു ഇജാസിഹി, അദ്ദേഹത്തെ അലോസരപ്പെടുത്താതിരിക്കലും സുന്നത്താണ്. ഇനി പറയുന്നത് മരണം ആസന്നമായവരെ കിടത്തേണ്ട രൂപമാണ്. 5. ഇൽജാഉഹു, അദ്ദേഹത്തെ ചെരിച്ച് കിടത്തണം. ലി ജംബിഹിൽ ഐമനി, അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തേക്ക് ചെരിച്ചു കിടത്തണം. ഇലൽ ഖിബിലത്തി, ഖിബിലയിലേക്ക് മുന്നിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തേക്ക് ചെരിച്ച് കിടത്തണം. ഫൈൻ തഅസ്സറ ദാലിക, ഇനി അത് ബുദ്ധിമുട്ടായാൽ ഫ മുസ്തൽഖിയൻ, അദ്ദേഹത്തെ മലർത്തി കിടത്തണം. വ വജുഹു, അദ്ദേഹത്തിൻ്റെ മുഖവും, വ അഖ്മാസുഹു, അദ്ദേഹത്തിൻ്റെ കാൽപാദവും, ലിൽ ഖിബിലത്തി, ഖിബിലയിലേക്ക് തിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ മലർത്തി കിടത്തണം. 6. ഖിറാഅത്തു സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ അവിടെ പാരായണം ചെയ്യണം. വ സൂറത്തി റാഅദ്, സൂറത്ത് റാഅദും അവിടെ പാരായണം ചെയ്യണം. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്റഉ സൂറത്ത് യാസീൻ,
സൂറത്തു യാസീൻ നിങ്ങൾ പാരായണം ചെയ്യുക. ഇന്ദ മൗത്താക്കും, നിങ്ങളിൽ നിന്നും മരിക്കാനിരിക്കുന്നവരുടെ അരികിൽ സൂറത്തു യാസീൻ പാരായണം ചെയ്യുക. യഅനി മൗത്താക്കും എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശ്യം അൽ മുഹ്തളരീന, മരണം സംജാതമായവരാണ്, മരണം ആസന്നമായവരാണ് മൗത്താക്കും എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശ്യം. അൽ മുഹ്തളറു എന്ന് പറഞ്ഞാൽ മൻ ഒരുത്തനാണ്, ഖറുബത്ത് വഫാത്തുഹു അവൻ്റെ മരണം, അവൻ്റെ വഫാത്ത് അടുത്തിട്ടുണ്ട്, മരിക്കാനായിട്ടുണ്ട്, അവനിക്കാണ് മുഹ്തളർ എന്ന് പറയുക. ഇനി പറയാൻ പോകുന്നത് അസുഖം പിടിച്ച് മരിക്കാൻ നിൽക്കുന്ന വ്യക്തി അവൻ ചില ദിക്റുകൾ ചൊല്ലിയാൽ അവനിക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. വറദ ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ ഖറഅ ആരെങ്കിലും പാരായണം ചെയ്താൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ, അതായത് സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ ഫി മർലി മൗത്തിഹി അവൻ മരിക്കാൻ നിൽക്കുന്ന അസുഖത്തിൽ, അവൻ മരിക്കാൻ കാരണമായ അസുഖത്തിൽ അവൻ സൂറത്തു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ, സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 100 മറ 100 പ്രാവശ്യം ഓതുകയാണെങ്കിൽ ലം യുഫ്തൻ ഫി ഖബരിഹി അവൻ്റെ ഖബറിൽ അവന് ഫിത്നയിലാക്കപ്പെടൂല, അവൻ്റെ ഖബറിൽ അവനെ ബുദ്ധിമുട്ടാക്കപ്പെടുകയില്ല. വ ഉമിന അവന് നിർഭയത്വം നൽകപ്പെടും. മിൻ ലഗ്തത്തിൽ ഖബരി ഖബറിൻ്റെ കുടുസിൽ നിന്ന്, ഖബറിൻ്റെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവന് നിർഭയത്വം നൽകപ്പെടുന്നതാണ്. വറദ ഐലൻ മറ്റൊരു ഹദീസിലും വന്നിട്ടുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ 40 മറ 40 പ്രാവശ്യം ഫി മറലിഹി അവൻ്റെ അസുഖത്തിൽ, ആരെങ്കിലും അവൻ അസുഖമായി കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ അവൻ ചൊല്ലിയാൽ ഫമാത ഫീഹി അങ്ങനെ ആ അസുഖത്തിലായി അവൻ മരിക്കുകയും ചെയ്താൽ ഓത്തിയ അവന് ലഭിക്കുന്നതാണ്, അവന് നൽകപ്പെടുന്നതാണ് അജ്റ ഷഹീദിൻ ഷഹീദിൻ്റെ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. വ ഇൻ ബരിഅ ഇനി ആ അസുഖത്തിൽ അവൻ മരണപ്പെട്ടില്ല, അസുഖം ഭേദമായാൽ മഗ്ഫൂറൻ ലഹു അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുമാണ് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 2ാമത്തെ പാഠം ഇയാദത്തുൽ മരീദ് എന്ന പാഠവും പൂർണ്ണമായി നമ്മൾ അർത്ഥം വെച്ചു. ഇനി അതിൻ്റെ തദ്രീബാത്താണ് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. തദ്രീബാത്ത് 1 ള അലാമത്ത സിഹ ഔ അലാമത്തൽ ഖത്ത്. അലാമത്തു സിഹ എന്ന് പറഞ്ഞാൽ ടിക്ക് മാർക്കാണ്, അലാമത്തുൽ ഖത്ത് എന്ന് പറഞ്ഞാൽ ക്രോസ് മാർക്കുമാണ്. അതായത് അലാമത്തു സിഹ എന്ന് പറഞ്ഞാൽ ശരി, അലാമത്തുൽ ഖത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് എന്നുമാണ്. ഇവിടെ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന് നേരെ ഒരു കോളവും കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ടിക്കിടുക, തെറ്റാണെങ്കിൽ ക്രോസ് മാർക്കും ചെയ്യുക. അതാണ് ഈ വർക്ക്. 1 ഇയാദത്തുൽ മരീദ് സുന്നത്തുൻ രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്, അത് ശരിയാണോ? ഉത്തരം ശരി. 2 യുസന്നു ഇതാലത്തുൽ ജുലൂസി ഇൻദൽ മരീദ് രോഗിയുടെ അരികിലുള്ള ഇരുത്തം ദീർഘിപ്പിക്കൽ സുന്നത്താക്കപ്പെടും, അത് ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. അതുകൊണ്ട് ക്രോസ് മാർക്ക് രേഖപ്പെടുത്തുക. ചോദ്യം 3 യുസന്നു ദുആഉ ലിൽ മരീദ് ബിശ്ശിഫാഇ രോഗിക്ക് ഷിഫാ ലഭിക്കാൻ ദുആ ചെയ്യൽ സുന്നത്താണ്, അത് ശരിയാണ്. ടിക്ക് മാർക്ക് രേഖപ്പെടുത്തുക. ഇനി തദ്രീബാത്തിലെ 2ാമത്തെ വർക്ക് അക്മിൽ പൂർത്തിയാക്കുക. ഇവിടെ 3 ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ അവസാന ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചോദ്യം 1 അദ്ദുആഉ ലിൽ മരീദ് ബിമിസ്ലി ഖൗലിഹി അസ്അലുല്ലാഹ ഡാഷ്. ഉത്തരം അൽ അലീമ അൻ യശ്ഫീക എന്നാണ്. ചോദ്യം 2 മിൻ ആദാബി ഇയാദത്തിൽ മരീദ് തഖ്ഫീഫു ഡാഷ്. ഉത്തരം അൽ ജുലൂസി ഇൻദഹു എന്നാണ്. ചോദ്യം 3 യുസന്നു തൽഖീനുൽ മുഹ്തളരി ഡാഷ്. ഉത്തരം
ലാ ഇലാഹ ഇല്ലല്ലാഹു ബിരിഫ്ഖിൻ എന്നാണ്. രണ്ടാമത്തെ തദ്രീബാത്തും പൂർത്തിയായിട്ടുണ്ട്. മൂന്നാമത്തെ തദ്രീബാത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 3. ഇഖ്തർ അസ്-സ്വഹീഹ, ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 ചോദ്യത്തിന് താഴെയും 3 ഓപ്ഷൻസുകളും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. മിമ്മ യുസന്നു ഇൻദൽ മുഹ്തളരി, മരണം ആസന്നമായവൻ്റെ അരികിൽ സുന്നത്തായ കാര്യത്തിൽപ്പെട്ടതാണ്. ഈ 3 കാര്യത്തിൽ ഏതാണ്? 1. തഖ്വീഫുഹു, അവനെ ഭയപ്പെടുത്തുക. 2. ഖിറാഅത്തു സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. 3. തെർക്കുഹു വഹ്ദഹു, അവനെ തനിച്ചാക്കുക. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ് ഖിറാഅത്തു സൂറത്ത് യാസീൻ എന്നുള്ളതാണ്. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. മരണം ആസന്നമായവരുടെ അരികിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യൽ സുന്നത്താണെന്ന് പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം 2. മിൻ ആദാബ് ഇയാദത്തിൽ മരിയദ്, രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. ഓപ്ഷൻസുകൾ: അലിഫ് ഇത്വാലത്തുൽ ജുലൂസി, രോഗിയുടെ അരികിലുള്ള ഇരുത്തത്തെ ദീർഘിപ്പിക്കുക, ദീർഘനേരം രോഗിയുടെ അരികിൽ ഇരിക്കുക. ബാ തത്യീബു നഫ്സിഹി, അവൻ്റെ മനസ്സിന് ആശ്വാസം പകരുക. ജീം ദിക്റു മാ യുഹ്സിനുഹു, അവനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുക. ഇതിലേതാണ് ശരിയായ ഉത്തരം? രണ്ടാമത്തേതാണ്, ബാ ആണ്. തത്യീബു നഫ്സിഹി, രോഗിയുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക. അതാണ് ശരിയായ ഉത്തരം. തദ്രീബാത്തിലെ 3ാമത്തെ വർക്കും പൂർത്തിയായി. ഇനി 4ാമത്തേത്, അജിബ്, ഉത്തരം നൽകുക. ഇവിടെ 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിനും പാഠഭാഗത്തിൽ നിന്ന് ഉത്തരം നൽകണം. ചോദ്യം 1. മനിൽ മുഹ്തളറു, ആരാണ് മുഹ്തളർ? ഉത്തരം: അൽ മുഹ്തളറു മൻ ഖറുബത്ത് വഫാത്തുഹു, മുഹ്തളർ എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായവനാണ്. ചോദ്യം 2. ഉദ്കുർ സലാസത്തൻ മിൻ ആദാബി ഇയാദത്തിൽ മരിയദ്, രോഗസന്ദർശനത്തിൻ്റെ മര്യാദകളിൽ നിന്നും 3 പറയുക. അതിൻ്റെ ഉത്തരം പാഠപുസ്തകത്തിലെ 6ാം പേജിലെ ആദാബു ഇയാദത്തിൽ മരിയദ് എന്ന ഹെഡിങ്ങിന് താഴെ പറയുന്നുണ്ട്. അതിൽ നിന്ന് 3 തിരഞ്ഞെടുത്ത് എഴുതണം. ചോദ്യം 3. കൈഫ യുൽജഉൽ മുഹ്തളറു, മരണം ആസന്നമായവനെ എങ്ങനെയാണ് ചെരിച്ചു കിടത്തേണ്ടത്? ഉത്തരം: ഇൽജാഉഹു ലിജംബിഹിൽ ഐമനി ഇലൽ ഖിബിലത്തി, ഖിബിലയിലേക്ക് മുന്നിടിച്ചിട്ട് അവൻ്റെ വലതുഭാഗത്തോട് ചെരിച്ചു കിടത്തുക. ചോദ്യം 4. മാതാ നഖൂലു ലിൽ മരീളി, രോഗിയോട് നാം എന്താണ് പറയേണ്ടത്? ഇൻദൽ ഇയാദത്തി, രോഗസന്ദർശനത്തിൻ്റെ സമയത്ത് രോഗിയോട് നാം എന്താണ് പറയേണ്ടത്? ഉത്തരം: അസ്അലുല്ലാഹൽ അലീമ അൻ യശ്ഫീക, മഹാനായ അള്ളാഹുവിനോട് നിൻ്റെ രോഗശമനം ഞാൻ അപേക്ഷിക്കുന്നു. തദ്രീബാത്തിലെ 4ാമത്തെ വർക്കും നമ്മൾ പൂർത്തിയാക്കി. ഇനി 5ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കുകയാണ്. അൻ നഷാത്തു അത്തത്ബീഖിയ്യ്, പ്രായോഗിക പ്രവർത്തനം. ഈ വർക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. നഊദുൽ മർള ഫി മഹല്ലത്തിന, നമ്മുടെ മഹല്ലത്തിലുള്ള, നമ്മുടെ നാട്ടിലുള്ള രോഗികളെ നമുക്ക് സന്ദർശിക്കാം. വ നബ്ഹസു അൻ അഹ്വാലിഹിം, അവരുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാം. വ നഖദിമുഹും ബിമാ തയസ്സറ, സാധിക്കുന്ന രൂപത്തിൽ അവർക്ക് നമുക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കാം. ഈ വർക്ക് നമ്മുടെ നാട്ടിലുള്ള രോഗികളെ കണ്ടെത്തി അവരെ സന്ദർശിച്ച് അവരുടെ അവസ്ഥകളും സാഹചര്യങ്ങളൊക്കെ അവരോട് അന്വേഷിക്കുകയും അതോടൊപ്പം അവർക്ക് വേണ്ട നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള വർക്കാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇത് ചെയ്യണം. ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.